ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, വേറൊന്നുമല്ല, നമ്മുടെ ചക്കയാണ് കേട്ടോ. പഴഞ്ചക്ക ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് അപ്പോൾ ഞാൻ എന്താക്കി, മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ടാക്കാൻ വെച്ചിട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് കുക്കറാണ് കേട്ടോ. കുക്കർ വിട്ടൊരു കളിയില്ല മക്കളെ. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇത് ചേർത്തിട്ടുണ്ട്, ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 2-3 മറ്റേ ഏലക്കായ ഇട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആക്രാന്തം കൊണ്ട് അത് വേഗം എടുത്ത് ഇങ്ങോട്ട് പോരുക ചെയ്തത്, മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ ചക്ക. അപ്പോൾ എല്ലാവരും ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായിരുന്നു കേട്ടോ. അവൻ്റെ കൈ കൊള്ളി ചൂടില്ലേ. അപ്പോൾ സംഭവം എന്തായാലും സൂപ്പറാണ്. അതുകൊണ്ട് എന്താ, ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ സാധനം കാലിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഈ കുക്കറും കൊണ്ട് തന്നപ്പോൾ തന്നെ അവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, കുക്കറായിട്ട് എന്താ പരിപാടി, ചക്കയും കുക്കറും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് റെഡിയാക്കി. അപ്പോൾ നമ്മൾ ഈ അടുപ്പിലൊക്കെ, അതായത് ഗ്യാസ് അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഗ്യാസ് ചിലവാകുമല്ലോ വരട്ടി വരുമ്പോഴേക്കും. അപ്പോൾ അതെനിക്ക് തോന്നിയൊരു ചെറിയൊരു ഐഡിയ ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി ഈ ഐഡിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ, കാരണം ഇതൊക്കെ വരട്ടി ഉണ്ടാക്കാൻ കുറേ ടൈം വേണ്ടേ, പക്ഷെ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ മടിയന്മാർക്ക് പറ്റിയ ചെറിയൊരു പണിയാണ് കേട്ടോ. ഈ മടിയന്മാരെ ചുമക്കും പറയുന്നത് കറക്റ്റ് കേട്ടോ. എളുപ്പവഴികൾ കണ്ടുപിടിക്കും മടിയന്മാരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുന്നേ അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയണം. അപ്പോൾ എന്താ പറയുക, ഇത്രയും ആൾക്കാരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതാ ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല, കുട്ടികൾ അടി കൂടുന്നുണ്ടായിരുന്നു, പാത്രം കാലിയായിട്ടുണ്ട്. അപ്പോൾ നല്ല സന്തോഷമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടിയിട്ട് അടിച്ചു പൊളിച്ചു ഈവനിങ്. ഇന്നത്തെ ചക്കയാണ്, ചക്ക പായസം എന്നും പറയുകയാണെങ്കിൽ ചക്ക വരട്ടിയതെന്നും പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്ലേറ്റൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് മക്കൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു.